യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം വീണ്ടും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 5-ാം തിരുവചനം. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദുഷ്ടത ചെയ്യാതെ അനീതി വർജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നീതികരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അത് ദൈവത്തോട് നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് ഉള്ള ഒരു പ്രായശ്ചിത്തമായിട്ട് ദൈവം അത് തിരഞ്ഞെടുക്കും. കർത്താവിനെയാണ് നമ്മൾ ദിനം തോറും സേവിക്കുന്നത്. ആ കർത്താവാണ് എനിക്ക് വേണ്ടതെല്ലാം തരുന്നത്. ആ കർത്താവിൻ്റെ നാമത്തിലാണ് എന്ത് കാര്യവും നമ്മൾ ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും, എത്ര കഠിനമുള്ള തടസ്സങ്ങളാണെങ്കിൽ പോലും അതെല്ലാം നമ്മുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കും. കാരണം നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെയും പ്രശ്നമാണ്. നീ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നിനക്കെതിരെ തിന്മ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ദൈവം ശക്തനാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവാണ് നിൻ്റെ ദൈവം. ഈ ഭൂമിയിലുള്ള മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ വന്നവനാണ് നിൻ്റെ ദൈവം. ഇപ്പോഴും നമ്മളോടൊപ്പം വസിക്കുന്ന ജീവനുള്ള കർത്താവാണ് നിൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കുന്ന ഓരോ നിമിഷവും നമ്മളിൽ നിന്നും ദുഷ്ടത ഒഴിവാക്കുകയും അനീതി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവം നിനക്ക് വേണ്ടതെല്ലാം ചെയ്യുവാൻ സന്നദ്ധനായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള സ്നേഹനിധിയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.